ഞാൻ നാട്ടിൽ വന്ന് അവസാനം കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും എൻ്റെ യാത്ര തുടങ്ങുകയാണ്. വീട്ടുകാരൊക്കെ യാത്ര തുടങ്ങട്ടെ. പോണേ അസ്സലാമലൈക്കും. പോണേ അസ്സലാമലൈക്കും. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ വീണ്ടും യാത്ര. പുതിയ ബാഗാണ് കേട്ടോ, അത് ലെവലായില്ല. സമയമായി എൻ്റെ താക്കൂലെടുത്തില്ലേ. എങ്ങനെയോ സമയമില്ലാത്ത സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഞാൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. 5-10 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ട്രെയിനുണ്ട്. ഞാൻ ആദ്യം പോകുന്നത് തൃശ്ശൂറാണ്. എവിടെ പോകണമെന്ന് പോലും കറക്റ്റ് പ്ലാൻ ചെയ്യാതെയാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ശരിയെന്നാ ശാങ്കാക്കാണ് കേട്ടോ എന്നെ കൊണ്ടാക്കാനായിട്ട് വന്നത്. നല്ല വെയിൽ. ശരിയാക്കാ. വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ പുതിയ കമ്പനിയുടെ തുടക്കം ഗോനമാഡിഗോ ടൂർസ് ആൻഡ് എക്സ്പെഡീഷൻ. അപ്പോൾ ഗോനമാഡിഗോയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് ഓഫീസിലൊരു കയറാൻ പറ്റാതെ ഓഫീസ് അടച്ചിട്ടിട്ടാണ് കേട്ടോ ഞാൻ യാത്ര തുടങ്ങുന്നത്. പിന്നെ എൻ്റെ കസിനുണ്ട്, പുള്ളിക്കാരൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. നമ്മുടെ ട്രിപ്പ് ഇന്നുണ്ട് കേട്ടോ. ഇന്ന് ഒരു കസ്റ്റമറുണ്ട്, അപ്പോൾ അവരെയും കൊണ്ട് പുള്ളിക്കാരൻ ട്രിപ്പ് പോകുന്നതുകൊണ്ട് ഓഫീസിൽ നിന്ന് ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ്. അങ്ങനെ ഞാൻ നമ്മൾ ട്രെയിനിലോട്ട് വന്നിട്ടുണ്ട്. മനുഷ്യരൊക്കെ ഒരു ഹായ് പറ. നമ്മുടെ ഗ്രൂപ്പ് ട്രിപ്പിൻ്റെ പിള്ളേരെവിടെ? പിള്ളേര് പല സ്ഥലത്തുനിന്നായിട്ട് കയറുന്നതാണ്. പല സ്ഥലത്തുനിന്ന്. അവർ ഏത് കമ്പാർട്ട്മെന്റിൽ? അവർ S3. നമ്മുടെ ട്രെയിൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ. എന്തായാലും വളരെ സന്തോഷം. ഞാന് നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേരെന്തിന് ഡിവൈൻ നഗറിൽ എത്തി. മഴ ഡിവൈൻ നഗറിലെത്തി. ടാറ്റ. പോയി പൊളിച്ചിട്ട് വാ. ട്രിപ്പൊക്കെ ഉണ്ടായി പൊളിച്ചിട്ട് വാ. ഞാൻ ഉറങ്ങി കിടക്കുകയായിരുന്നു. നമ്മുടെ സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നു വണ്ടിയിൽ. പുള്ളിയുടെ അടുത്തൊക്കെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. ലാസ്റ്റ് പുള്ളിയുടെ അടുത്ത് ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ പുള്ളിയുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ലാസ്റ്റ് ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ. ഞാൻ ഇപ്പോഴാണ് എണീറ്റ്. ഇവിടെ ഫുള്ള് മഴ. എടാ ഒരു ദിവസം ചാടുന്നു. പിന്നെ ഞാൻ ചാടാം. തിരുവനന്തപുരം. അതെ ഞാൻ ഇവിടെ നിന്ന് ഭീമാപ്പള്ളി പോയിട്ട് വരാം. എവിടെ? തിരുവനന്തപുരത്തോ? ഇപ്പോഴോ? ഈ ട്രെയിനിൽ. എന്താ അവിടെ? ഒന്നുമില്ല, ഭീമാപ്പള്ളിയിൽ നമ്മള് ഒരു പോയി വെറുതെ ഒറ്റയ്ക്ക് പോയി. അടിപൊളി. കണ്ടതിൽ വളരെ സന്തോഷം. വീഡിയോ കുഴപ്പമില്ലല്ലോ. ഞാൻ മഴയത്ത് ഇവിടെ എറണാകുളം കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തു തുടങ്ങി തന്നെയല്ലേ. മഴ ഈ ഒരു സ്ഥലത്ത് ഒരു ഇരുട്ടും മൂകതേ. അല്ല, കൊടകരയിൽ നിന്ന് വീണ്ടും എനിക്ക് കുറച്ച് ഉള്ളിലോട്ട് പോകണം. സ്ഥലത്തിന്റെ പേര് കാലടിയാ. കല്ലൂടോ. കൊടകരയിൽ നിന്ന് വലത്തോട്ട്. അങ്ങനെ ഞാൻ അവസാനം തൃശ്ശൂരിൽ വന്നു. ഞാൻ വീഡിയോയിൽ വാലും കൊമ്പും ഒന്നും ഇല്ലാതെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതായത് ഞാൻ ഇന്നത്തെ പ്ലാന് തൃശ്ശൂരിലോട്ടാണ് ആദ്യം വന്നത്. വന്നതിൻ്റെ പ്രധാന കാരണം ഒരു സിസ്റ്ററിനെ കാണാനാണ്. ഏത് സിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്നെ പെറുവിൽ മറാക്കായോ ജ്യൂസ് ഉണ്ടാക്കി തന്നെ എന്നെ അഡിക്റ്റായ നമ്മുടെ ലിജി സിസ്റ്ററിനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. സിസ്റ്റർ പെറുവിലാണ്. അപ്പോൾ സിസ്റ്റർ നാട്ടിൽ വന്നു. ഞാൻ തിരുവനന്തപുരത്ത് വിളിക്കുമ്പോൾ സിസ്റ്റർ വരണേ ഇല്ല കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചു. സിസ്റ്റർ പറഞ്ഞു ഇങ്ങോട്ട് വാ ഇവിടെ ആരൊക്കെ എന്നെ കാണാനുണ്ട്. അപ്പം പിന്നെ ഞാൻ വരാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു. അപ്പോൾ പോട്ടെ. ഹലോ, എന്തുണ്ട് വിശേഷം? പട്ടിയൊക്കെ ഉണ്ടോ? എന്തുണ്ട് വിശേഷം? സുഖം. വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ചു. എന്നെ ഇവിടുന്ന് വിടുന്നില്ല കേട്ടോ. ഇവിടെ നിക്കാന്ന് പറഞ്ഞോണ്ട്. എന്താ പറയാനുള്ളേ? സന്തോഷം. ഇന്ന് പോവാൻ ഞങ്ങൾ ആഗ്രഹിക്കണില്ല. ഇനി ഒരു ദിവസം വരണം എന്നാ പറയണത്. ഒരു ദിവസം വീട്ടിൽ നിൽക്കാൻ കണക്കാക്കിട്ട്. തീർച്ചയായിട്ടും വരാൻ കേട്ടോ. തിരുവനന്തപുരത്തോട്ട് പറഞ്ഞേ. കണ്ടതിൽ സന്തോഷം. യാത്രയെല്ലാം അതന്നെ. താങ്ക് യു. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കോടാലി എന്ന് പറയുന്ന സ്ഥലം. കോടാലിയിലാണ് നമ്മുടെ സിസ്റ്റർ താമസിക്കുന്നത്. ഇവിടെയാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇനി നേരെ തൃശ്ശൂരിൽ പോയിട്ട് തൃശ്ശൂരിൽ നിന്ന് ഞാൻ ട്രെയിൻ എടുത്തിട്ട് ചെന്നൈയിലോട്ട് പോകും. അങ്ങനെ അവസാനം ഞാൻ പോവാണ്. താങ്ക് യു. നിന്റെ പേരെന്താ? ജിസ്വൻ. കണ്ടതിൽ സന്തോഷം. ജിസ്വൻ. ആന്റിയുടെ പേരെന്താ? ഷൈനി. സുഖല്ലേ? താങ്ക് യു കേട്ടോ ഇൻവൈറ്റ് ചെയ്തതിൽ. താങ്ക് യു. മോളുടെ പേരെന്താ? ജനറ്റിക്. പിന്നെ നമ്മുടെ ഷൈ ആയിട്ടുള്ള സിസ്റ്റർ വെറുതെയാണ് കേട്ടോ. ഷൈ വെറുതെയാണല്ലേ.
വന്നതിന് ഒത്തിരി താങ്ക്സ് കേട്ടോ. താങ്ക് യു സിസ്റ്റർ. എല്ലാത്തിനും തീർച്ചയായിട്ടും വരണം. സിസ്റ്റർ കണ്ടതിൽ വളരെ സന്തോഷം. എനിക്കതിലും സന്തോഷം. വീട്ടിൽ വന്ന് കുറച്ചു നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചില്ലല്ലോ കേട്ടോ. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. അവരെന്നെ വിടുന്നില്ല കേട്ടോ. അവര് പറഞ്ഞു നാളെ പോ. അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും ഇനി ഒരു പ്രാവശ്യം വരുമ്പോ ഞാൻ എന്തായാലും നിക്കാം. അപ്പൊ പോവാണോ കേട്ടോ. തൃശ്ശൂർ എത്തി. നേരെ ട്രെയിൻ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ചെന്നൈയിലോട്ട് പോവാണ് കേട്ടോ. എല്ലാം പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് ഓരോ സ്ഥലത്തോട്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ അവസാനം കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിൽ കയറിയിട്ട് ഞാൻ ലോക്കൽ ടിക്കറ്റാണ് കേട്ടോ എടുത്ത് കയറിയത്. ഇവിടെ ഫുള്ള് സീറ്റ് കംപ്ലീറ്റ് ആളുകളുണ്ട്. അങ്ങനെ ഒരു മലയാളിയെ കണ്ടു. അങ്ങനെ പുള്ളിക്കാരൻ എനിക്ക് സീറ്റ് തന്നു കേട്ടോ. അവരുടെ ഒരു ഫാമിലി ഉണ്ട്, ഞാൻ പോയി കാണിച്ചു തരാം. അവളങ്ങനെ ചെന്നൈയിലെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഫാമിലി ഈ കാണുന്നതാണ് കേട്ടോ. ഹായ്, നമസ്കാരം അങ്കോ. എവിടെ പോകുന്നതാ? ചുമ്മാ അല്ല, മോനെ കൊണ്ടാക്കാൻ. മകൻ ഇത് അലൻ ബ്രോ. പുള്ളിക്കാരൻ ഒരു കൗസപ്പുറൊക്കെയാണ്. അങ്ങനെ ബ്രോ അബുദാബിയിലല്ലേ, അബുദാബിയിൽ ജോലിക്ക് വേണ്ടി പോവാണ്. അങ്ങനെ അങ്കിളും അമ്മൂമ്മയും ചേച്ചിയും അമ്മയും എല്ലാവരും ഉണ്ട്. ചേച്ചിയുടെ പേരെന്താ? അലൻ. അമ്മൂമ്മയുടെ പേരോ? ആ, മറിയാമ്മ. ആൻറ്റിയുടെ പേര് റീന. അങ്കിളുടെ പേര്? അപ്പം ഞാൻ അമ്മൂമ്മയ്ക്ക് വേണ്ടി ഒരു ഇതുണ്ട് കേട്ടോ. ഇത് പെറൂന്നാണ്. ചെറുപ്പം പൈസ അയച്ചു തരുമ്പോഴേ വിട്ടുവെക്കാം. എന്നാലും കണ്ടതിൽ സന്തോഷം. പാവം കേട്ടോ. ചേട്ടൻ ലാസ്റ്റ് TT എന്തോ വന്ന് ചേട്ടൻ്റെ സീറ്റ് പോയി. ലാസ്റ്റ് ചേട്ടൻ്റെ സീറ്റിൽ ഞാൻ കിടന്നു, സുഖമായിട്ട് കിടന്നുറങ്ങിയ കേട്ടോ. അങ്ങനെ നമ്മൾ ചെന്നൈയിലെത്തിയിരിക്കുകയാണ്. ഫൈനലി ഐ ആം ബാക്ക് ഇൻ ചെന്നൈ. How are you? You want something to eat? അങ്ങനെ നമ്മുടെ ചെന്നൈയിൽ വന്നവർ വിളിക്കാൻ വേണ്ടി വന്നു. Thank you for coming. You going to Pune today? Yeah. I'm going to Hyderabad. Hyderabad today? Yeah. Oh, today you will go Hyderabad? Yeah. Where? By train? By flight. Flight? Oh, really? What Yes. 9:40. Ah, almost Same time. We can go together. Yeah, we go together. My flight is 10. 10? Ah, okay. Oh, why are you leaving today? Sorry, I don't have time. Why? Even you busy? Thank you. Coming again. No problem. Wow. അവർ വിചാരിച്ചു ഞാനിവിടെ നിൽക്കുന്നു കേട്ടോ. പക്ഷെ നിൽക്കാനുള്ള പ്ലാൻ ഇല്ല. നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ജൂൺ, why are you not talking? What happened? ഇവര് ചെന്നൈയിൽ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. കേട്ടില്ലേ? ഫേമസ് മാത്രമല്ല, ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. വെരി കോൾ. അങ്ങനെ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. പാവം കേട്ടോ. ജുവോൺ പറകൽ. ജുവോൺ, are you okay? ഇവിടെ ദോശ കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. We going to eat ദോശ. ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലല്ലോ, ഫുള്ളാണ് കേട്ടോ. ഇവിടെ തിരക്ക് കണ്ടില്ലേ? 너 이거 지금 녹화하는데 놀리지 마. Now he bully me. Easy. bully me. 하지 마. 하지 마. രണ്ടുപേരും കൊണ്ട് അടികൂടി ഇതാണ്ട് മുഖത്തൊക്കെ മുറിവ് വേണ്ട. ഇവര് മാൽദീവ്സിൽ പോയി രണ്ടുപേരും കൊണ്ട് അടികൂടി കേട്ടോ. നമ്മുടെ ദോശ വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് തിരക്ക് കേട്ടോ. വിചാരിച്ചല്ല, നല്ല ആൾക്കാരുണ്ട്. രാവിലെ സൺഡേയും കൂടി ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഫുഡ് കേട്ടോ. അവർക്ക് ദോശയാണ്, പിള്ളേർക്ക് ദോശയാണ് ഇഷ്ടം. നല്ല അടിപൊളി ദോശ കേട്ടോ. ഇവൻ അവൻ്റെ ഒന്നും കഴിക്കുന്നില്ല കേട്ടോ. നാട്ടിൽ ധാരാളം കഴിക്കാനല്ലേ പറയുന്നത്, കഴിയെന്നല്ലേ പറയുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവരെന്ന് പറയുമ്പോൾ കൂടുതൽ കഴിച്ചാൽ പ്രശ്നമാണ് കേട്ടോ. അവന് ഒരു ദോശ ഇവിടെ വേണമായിരുന്നു. അപ്പം പറഞ്ഞില്ല, നീ കഴിക്കണ്ട. അവര് വണ്ണം കൂടെയൊന്നും അവർക്ക് എന്തോ പോലെയാണ് കേട്ടോ. സ്പെഷ്യലി കൊറിയൻ ജാപ്പനീസ് ആളുകൾക്ക്. അതുകൊണ്ട് മക്കളെ കഴിപ്പിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുത്തെ വലിയ പള്ളി, നമ്മുടെ ബസിലിക്കയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വലിയ പള്ളിയാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയും കൂടെ അല്ലേ, ചർച്ചിൽ വല്ല പരിപാടിയാണ്.
നമ്മളിവരുടെ പള്ളിയിൽ വന്നതാണ്. ഇന്ന് ഞായറാഴ്ച എന്തോ പ്രാർത്ഥന ഉണ്ട് കേട്ടോ. ഇവിടെ സെയിൻറ്റ് തോമസ് ചർച്ചാണ്. അതാണ്ട് നമ്മുടെ ടോംബ് ഓഫ് സെയിൻറ്റ് തോമസ്, നമ്മുടെ ശവകുടീരം സെയിൻറ്റ് തോമസ്, അതായത് നമ്മുടെ ജീസസിൻ്റെ വൺ ഓഫ് ദ അപ്പോസ്റ്റലാണ് സെയിൻറ്റ് തോമസ്. പണ്ട് കാലങ്ങളിൽ അവർ പറയപ്പെടുന്നത് 1-ാം നൂറ്റാണ്ട് ആ സമയത്ത് ഇവിടെ വന്നു. 1-ാം നൂറ്റാണ്ടല്ല, അത് കഴിഞ്ഞിട്ട് ഇവിടെ സെയിൻറ്റ് തോമസ് വന്നു. അങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി പരത്തിയത്. കേരളത്തിലാണ് ആദ്യം വന്നത്. അതുകൊണ്ട് ലോകത്തിൽ തന്നെ കേരളത്തിൽ വന്ന മതം എന്ന് പറയുന്നത് വളരെ പുരാണ കാലത്താണ് കേട്ടോ. ഇവിടെ ചാപ്പലിൻ്റെ അവിടെ നല്ല മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പല ഭാഷകളിലായിട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സെൻറ്റ് തോമസ് പുണ്യാളൻ്റെ മ്യൂസിയം. ഇതിവിടുത്തെ പള്ളിയാണ് കേട്ടോ, നമ്മുടെ സെൻറ്റ് തോമസ് പള്ളി. പണ്ട് ചെറിയ പള്ളിയായിരുന്നു, അതിനെ വലുപ്പാക്കിയത്. അന്നത്തെ ശേഖരങ്ങളിലുള്ള കുറച്ച് സാധനമാണ് കേട്ടോ. സെൻറ്റ് തോമസിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന കുറേ സ്റ്റോണുകൾ, അന്നത്തെ ഹിസ്റ്ററിയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ കണ്ടില്ല, 1690 ആ സമയത്തുള്ള കല്ലുകൾ അന്ന് ഇവർ എന്തൊക്കെ എഴുതിയതൊക്കെയാണ്. ഇത് പഴയ കാലത്തെ ബൈബിളുകളാണെന്ന് തോന്നുന്നു. ഇന്ന് കാലങ്ങളിൽ അവിടെ നിന്ന് എക്സവേറ്റ് പരിസരപ്പെടുത്തുന്നൊക്കെ എടുത്തിട്ടുള്ള അസ്ഥി ശകലങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. ആ സമയത്തുള്ള കസേരകൾ, പിന്നെ എഴുത്ത് ശകലങ്ങൾ, അതൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ 3 പള്ളികൾ മാത്രമേ ജീസസിൻ്റെ അപ്പോസ്റ്റലിൻ്റെ ടോംബിൻ്റെ മുകളിൽ നിർമ്മിച്ചിട്ടുള്ളൂ. അതൊന്ന് ഈ കാണുന്ന നമ്മുടെ സെൻറ്റ് തോമസ് പള്ളി, പിന്നെ ഈ കാണുന്ന സെയിൻറ്റ് പീറ്റർ ബസിലിക്ക റോം, ഈ കാണുന്ന സാന്റിയാഗോ ദെ കൊമ്പസ്റ്റേല, നമ്മുടെ സെയിൻറ്റ് ജെയിംസിൻ്റെ ടോംബിൻ്റെ മുകളിലാണ് ഈ പള്ളി ഉള്ളത്. അത് സ്പെയിനിലാണ് കേട്ടോ. ഇവിടെയാണ് കേട്ടോ നമ്മുടെ ടോംബ് വരുന്നത്. കണ്ടില്ലേ, നമ്മുടെ തോമസ് ലീഹ, അതായത് നമ്മുടെ സെയിൻറ്റ് തോമസ് ആദ്യം വന്നിറങ്ങിയത് AD 52 കേരളത്തിലെ കൊടുങ്ങല്ലൂരിലാണ് കേട്ടോ. കൊടുങ്ങല്ലൂരിലാണ് എല്ലാവരും വന്നിറങ്ങിയത്. ആദ്യത്തെ ജൂയിഷ് പള്ളി കൊടുങ്ങല്ലൂരിലാണ്, മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരിലാണ്. പിന്നെ AD 72 ചെന്നൈയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്, രക്ഷിതാശ്വം ഭരിച്ചത്. നമ്മുടെ സെയിൻറ്റ് തോമസ് അഥവാ നമ്മുടെ തോമസ് ലീഹയെ കൊന്ന ഒരു ഇതാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ അലക്കാതെ പോകണം കേട്ടോ. നമ്മുടെ റാഗിയുടെ എന്തോ ഒരു ജ്യൂസ് കേട്ടോ. തൈരാ, മോരുതാ, റാഗി അല്ലയാ? ആ, മോരും റാഗിയും കിട്ടുള്ള മിക്സിങ് കേട്ടോ. ഒരു കപ്പില് ഇവരുടെ യൂട്യൂബ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. വോണി ബ്രദേഴ്സ് എന്നാണ് യൂട്യൂബിന്റെ പേര്. ഹസിർ, ഇതെന്താ സൈഡ് ഡിഷൊക്കെ ഉണ്ടല്ലോ റാഗിയോടാ. നാരങ്ങ, മാങ്ങയും ചമ്മന്തി എന്തൊക്കെയാണ് കേട്ടോ സൈഡ് ഡിഷ്. ഒരു പുളിപ്പുണ്ട് കേട്ടോ. നമ്മൾ ഡെക്കാത്തലോണിൽ വന്നു. ഇതിന്റെ വില 1049, 999 രൂപയ്ക്ക് കേട്ടോ. ബ്രസീലിലെ ഡെക്കാത്തലോൺ ഇതിന് 3000 രൂപ അടുപ്പിച്ച് വരും. ഇവിടെ അതിൽ നിന്നും വില കുറവ് കേട്ടോ. ബ്രസീലിന്റെ ഇത് ബ്രസീലിൽ നിന്ന് വാങ്ങുന്നത്. ഇവിടെ ഫുട്ബോളിന്റെ ഇതായതുകൊണ്ടാണ്. ഫുട്ബോളിന്റെ കുറെ ടീഷർട്ടുകളുണ്ട്. എൻ്റെ ബാഗെല്ലാം ഉപയോഗിച്ച് ഇതായി. ഞാനങ്ങനെ ഡെക്കാത്തലോണിൽ വന്ന് ഒരു പുതിയൊരു ബാഗ് എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ സിമൻറ്റിൻ്റെ 60+10 ലിറ്റർ വരുന്ന ഒരു ബാക്ക് പാക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് ഞാൻ വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇത് കേട്ടോ. അത്യാവശ്യം ബാക്ക് പെയിൻ ഒന്നും വരില്ല. ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു നല്ലൊരു ബാഗ് വാങ്ങാനായിട്ട് നോക്കിയത്. അടിപൊളി കേട്ടോ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാഗ്. ഓക്കെ, Very nice. Come, let's go. Yeah, ready to go. ഞാൻ ഡെക്കാത്തലോണിൽ വന്നിട്ട് ഒരു സ്ലീപ്പിംഗ് ബാഗ് വാങ്ങേണ്ടി വന്നു. എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് വീട്ടിൽ വെച്ച് ഞാൻ മറന്നുപോയി കേട്ടോ.
അതുകൊണ്ട് സ്ലീപ്പിംഗ് ബാഗ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അവിടെ നിന്ന് ഇതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം പറ്റി കേട്ടോ. ഇന്ന് എനിക്ക് നൈറ്റ് ഫ്ലൈറ്റ് ഉണ്ട് ഹൈദരാബാദിലോട്ട്. എൻ്റെ കയ്യിൽ ആധാറില്ല, പാൻ കാർഡില്ല, ഒരു ID കാർഡില്ല, പാസ്പോർട്ടും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പാസ്പോർട്ട് ഹൈദരാബാദിലിരിക്കുകയാണ്. അത് പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് അർജൻറ്റായിട്ട് ഫ്ലൈറ്റ് എടുത്ത് പോകുന്നത്. ബട്ട് ഇപ്പോഴാണ് ഓർത്തത് എൻ്റെ കയ്യിൽ ID ഒന്നുമില്ല കേട്ടോ. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ ഇതിനിടയിൽ ഞാൻ നമ്മുടെ ഒരാളെ കണ്ടെത്തി, ഷംസുക്ക. എല്ലാവർക്കും പരിചിതമായിരിക്കും, നമ്മൾ കുറേ നാളോട്ട് അറിയാം, ബട്ട് മീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അവസാനം എന്താ ഇപ്പോഴാണ് കേട്ടോ. ഷംസുക്ക അസ്സലാമു അലൈക്കും. അതിന് കുറെ കാലം നമ്മൾ കാണാൻ ഇടയ്ക്ക് ദുബായ് വന്നാൽ എന്നെ കിട്ടില്ല, ഞാൻ നാട്ടിൽ വന്നാൽ നിങ്ങൾ കിട്ടില്ല. എന്തായാലും ഇന്ന് കിട്ടി, അത് ചെന്നൈ നാട്ടാ. കണ്ടതിൽ വളരെ സന്തോഷം. ഫൈസൽ ഭായ് ഉണ്ട്. ഫൈസൽ ഭായ് To see you in Chennai, welcome. Thank you. To see you in London as well, and good to know about you. And hereafter we will make a bigger vlogs. ഷുവർ. ഇവിടെ നമ്മുടെ ഫസൽ ബ്രോ, ഫയാസ് ബ്രോ, തിരുവനന്തപുരക്കാരനാണ് കേട്ടോ. നമ്മുടെ ഭീമാപ്പള്ളിക്കാരനാണ്. എന്തുണ്ട് വിശേഷം? ഇവിടെ എത്ര ആളായി? 3 വർഷമായി ഇവിടെയാണ്. എൻ്റെ നാട്ടുകാരനാണ്, പക്ഷെ എനിക്കെന്തില്ല, പരിചയമില്ല. നമ്മൾ അയൽ നാട്ടുകാരനാണ്. അതെ, ചെന്നൈ തന്നെയാണ് ബിസിനസ്സും കാര്യമായിട്ട് പോകുന്നത്. കണ്ടതിൽ വളരെ സന്തോഷം. അപ്പം ഇതിനിടയിൽ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടോണ്ട് പുള്ളി പറഞ്ഞു ഒരു മസാജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. Rajinikanth's personal assistant, and he is ആരൊക്കെ നിങ്ങള് മസാജ് ചെയ്തിട്ട്? ആരൊക്കെ മസാജ് ചെയ്തിട്ടുണ്ട്? ഇയാള് ഏത് നാട്ടുകാരനാ ചോദിക്കുക? ഏത് നാട്ടുകാരാ? दुबई भर मलेशिया भर അല്ല ഏത് നാട്ടുകാർ? നാട്ട് Orissa. ഒറീസയാ? He's third generation nerve specialist. 35 വർഷമായില്ലേ ഇവിടെ? 35 വർഷമായി. കണ്ടാ തമിഴ് മാതിരി തന്നെ. നിങ്ങൾ ഒറീസ പറയാമല്ലോ. Assistant and therapy for many people. ഓക്കെ. ഞാനും ചെയ്തിട്ട് ഒരു രക്ഷയില്ല. എന്താ പറയാ, ഭയങ്കര ഫീല്. ഞാനും You are going to നോക്കട്ടെ. try, so you will enjoy it. നോക്കട്ടെ, ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഇല്ല, ഇന്ന് താ വന്നത് ചെന്നൈയില്. അങ്ങനെയൊക്കെ നമ്മുടെ മസാജ് എല്ലാം കഴിഞ്ഞു. ഒന്ന് ബോഡി ഒന്ന് ഫ്രീ ആയി കേട്ടോ. അപ്പൊ ഞാനിനി നെക്സ്റ്റ് ദിവസം ഹൈദരാബാദിലോട്ടാണ്. ഓക്കെ, ഞാനങ്ങനെ വീട്ടിലോട്ട് വന്നു. സോറി, മൈ ചെന്നൈ ഹൗസ്. ഞാൻ പാവം കേട്ടോ. ഇവരെനിക്ക് വേണ്ടി ലഞ്ചിന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ ഷംസുക്കാരോടെയൊക്കെ കൂടി അവർ ലഞ്ചിന് വിളിച്ചു. ലാസ്റ്റ് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് വന്നു. താങ്ക് യു. സോറി. Hello, what are you cooking? This is a takalbi. തക്കാളി? Yeah, Wow. Korean takalbi. ഇവിടെ പുതിയൊരാള് ആമിന, എന്റെ കസിനാണ് കേട്ടോ. നിന്നെ അറിഞ്ഞൂടാ, എന്റെ കസിനാണ് കേട്ടോ. ചെന്നൈയിലാണ്, ആയുർവേദ ഡോക്ടറാണ്. എനിക്ക് പിന്നെ ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ തക്കാളി അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു കിംചി? കൊള്ളാമാണോ? But he said that don't spicy. No spicy. No spicy. It's okay. Come, let's go eat. Eat together. Go. I don't want to eat. No, you should eat. I would like to eat. No. From Peru. Wow. No, you're pouchy. From Peru. Thank you. ഇവിടെ തക്കു. I loved it. You love it? Is it taku? Yeah, toko and takalbi. Taku and takalbi. Wow. Yes. You tried toko before? Taku, I don't know. Maybe. Maybe. I don't know the name. Just right. കാണുന്നത് നമ്മുടെ ഹോം മെയ്ഡ് കിംചി, നമ്മുടെ പ്രോൺസ്, Yeah, shrimp. പിന്നെ ഇവിടെ റാഡിഷ് Yeah. ഒക്കെയാണ് കേട്ടോ. അവർ അതിൽ കുക്ക് ചെയ്ത റൈസ് ഇട്ടിട്ട് അതിനെ മിക്സ് ചെയ്യും. It's from Peru. So some kind of pattern, very beautiful. ഇവിടെ ഫുള്ള് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണല്ലോ. അതിലൂടെ പെറുവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തായ്ലൻഡ്, ഹവായ്, Okinawa. ജപ്പാൻ, ഹവായ്, മാൽദീവ്സ്, ബുഡാപെസ്റ്റ്, നമ്മുടെ US, ഓസ്ട്രേലിയ, മലേഷ്യ, US, ഹോങ്കോങ്, ബ്രസീൽ, ഇന്ത്യ. അയ്യോ, കേരളത്തിന്റെ കൊണ്ടുവരണമായിരുന്നു ഇവിടെ. Kerala. I wanted to buy Kerala for you. You have. You bought in that temple nearby. That beautiful temple. പത്മനാഭ സ്വാമി ടെമ്പിൾ. Yeah. റിച്ച് ടെമ്പിൾ. Yeah. അവിടെ നമ്മുടെ കേരളത്തിന്റെ ആണ് കേട്ടോ.
So many India. മൈസൂർ, ഇന്ത്യ. Taj Mahal. ആമിന ചിപ്സ് കൊണ്ടുവന്ന കേട്ടോ, ചിപ്സും ചക്കവറ്റലും. യു ലൈക്ക് ഇറ്റ്? Very much. ഓക്കെ. So yummy. ഇനി നമ്മുടെ ചായ ടൈമാണ് കേട്ടോ. ID കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഓൺലൈനിൽ നിന്ന് ഒരു പ്രിന്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് ആധാർ കാർഡ് ഉണ്ടാക്കുവാണ് കേട്ടോ. ഡബിൾ ലാമിനേഷൻ ചെയ്യുവാണ് ഒറിജിനലുകളെ തോന്നിപ്പിക്കാൻ. എനിക്ക് നല്ല ക്ഷീണം കേട്ടോ, എന്തെന്ന് അറിഞ്ഞൂടാ. നമ്മളിനി പുറത്തോട്ട് നടക്കാനായിട്ട് ഇറങ്ങുവാണ്. ബീച്ച് ഇവിടെ നിന്ന് തൊട്ടടുത്താണ് കേട്ടോ, നമ്മുടെ വിജയുടെ വീടൊക്കെ തൊട്ടടുത്താണ്. ആമിന് എന്ത് പറയാനുണ്ട്? എപ്പടി ഇருக்கு? നല്ല ഇറക്കാ? വിജയ് വന്നത് എപ്പടി ഇருக்கு? വിജയ് CM ആയിരുന്നത്. നോ കമന്റ്സ്. വൈ? ഞാനിന്ന് ഇവരുടെ പൊളിറ്റിക്സ് ഞാൻ ഇവരുടെ ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവരുടെ ബീച്ചിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ ഏതൊക്കെ വഴി കൂടെ കറങ്ങി കേക്കുണ്ടല്ലോ. ചക്ക നമ്മൾ നീലാങ്കര ബീച്ചിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഈ കാണുന്ന ഏരിയ പോർഷ് ഏരിയ ആണ്. അതുപോലെ തന്നെ അല്ലാത്ത കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന. നമ്മളങ്ങനെ നീലാങ്കര ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ബീച്ച്. ഞാനിവിടെ മുമ്പ് വന്ന് ക്യാമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ടെൻ്റ് അടിച്ചൊക്കെ കിടന്നിട്ടുണ്ട് ഈ കാണുന്ന ബീച്ചിൽ. ഇവിടെ ആളുകൾ വോളിബോള്, ക്രിക്കറ്റ് വൈകുന്നേര സമയങ്ങളിൽ അവിടേക്ക് ആളുകൾ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. ഫുള്ള് ക്രിക്കറ്റാണല്ലോ. കുറേ ആളുകളുണ്ട് കേട്ടോ വെള്ളത്തിലിതാ. കണ്ടില്ലേ ആ പ്ലാസ്റ്റിക് വെള്ളത്തിലെടുത്തോണ്ട് പോയപ്പോൾ അവന്മാർ ഇങ്ങോട്ട് ഇടുന്ന കണ്ടോ. നമ്മുടെ നാട്ടിലെ കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ചെയ്യോ? ഇവിടെ പാരൻസ് വളർത്തിയ ശീലം കൊണ്ട് മാത്രമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അതെടുത്ത് വെള്ളത്തിൽ എറിഞ്ഞ് കളിച്ചേനെ കേട്ടോ. ബൈ ബൈ. Take care, bye bye. Ciao, next time. See you 1 year later. No. Bye, bye. Bye, ciao. Bye. See you soon. See you. Bye, bye. Yeah, bye bye. Take care. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുളിച്ച് റെഡിയായി. ടീഷർട്ട് മാറ്റി, എൻ്റെ പുതിയ വൈറ്റ് ടീഷർട്ട്. അപ്പോൾ ഞാൻ പോവുകയാണ്. ഞാൻ ഹൈദരാബാദിലോട്ട് പോകുന്നു. ട്രെയിനിലാണ് പോവേണ്ടത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സമയമില്ലാത്തതുകൊണ്ട് ഫ്ലൈറ്റ് എടുത്ത് പോകേണ്ടിയിരുന്നു. എൻ്റെ പാസ്പോർട്ടൊക്കെ അവിടെ ഇരിക്കുകയാണ്. സിയോ, എൻജോയ് യുവർ പൂനെ ട്രിപ്പ്. Thank you. അവൻ പൂനെയിലോട്ട് പോവാണ് കേട്ടോ. പുള്ളിക്കാരൻ പൂനെയിലോട്ട് പോവാണ്. അവൻ അവിടെ ജോലി സംബന്ധമായിട്ടുള്ള ഇതുണ്ട്. ആൻഡ് സി യു നെക്സ്റ്റ് ടൈം. കം ടു കേരള അഗൈൻ. ഓക്കെ. Safe journey to England. Okay. I didn't tell people, but now they already know. അങ്ങനെ നമ്മുടെ ടെർമിനൽ 2, ഞാൻ ടെർമിനൽ 1 പോയിട്ടാണ് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുന്നത്. ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ഇവിടുന്ന് ഹൈദരാബാദ് 5500 രൂപ കൊടുക്കേണ്ടി വന്നു കേട്ടോ. ട്രെയിനിലാണെങ്കിൽ 500 രൂപയ്ക്ക് പോയിട്ട് വരായിരുന്നു. സമയമില്ല കേട്ടോ, അതുകൊണ്ട് മാത്രമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ദിവസം ലേറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും പൈസ കൊടുക്കേണ്ടി വന്നത്. ഫുള്ള് ഇവിടെ ഇൻഡിഗോ ആണല്ലോ. എനിക്ക് പോകേണ്ടത് തിരുവനന്തപുരത്തോട്ട് 7 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. പോർട്ട് ബ്ലെയർ നമ്മുടെ ആൻഡമാനിലോട്ടും ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ചെന്നൈയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആൻഡമാനിലോട്ടുണ്ട്. ഇനി സെക്യൂരിറ്റി കൗണ്ടറിലോട്ട് പോകും. ഞാനങ്ങനെ ഇനി ഫ്ലൈറ്റ് കയറി ബോർഡ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ ഹൈദരാബാദിലോട്ട്. ഈ കാണുന്നതാണ് കേട്ടോ, ആ കാണുന്നത് നമ്മുടെ എത്തിഹാദ് വിമാനം, ആ കാണുന്നത് നമ്മുടെ എമിറേറ്റ്സ് വിമാനം. ധാരാളം ഇൻഡിഗോയുടെ വിമാനങ്ങളാണ് ഇവിടെ മുഴുവൻ. അങ്ങനെ വിമാനത്തിൽ കയറി. എനിക്ക് ഈ സീറ്റല്ലായിരുന്നു കേട്ടോ. അവർ ചോദിച്ചു സാറേ ഒന്ന് വിൻഡോ സീറ്റിലിരിക്കുമെന്ന്. ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ 1.5 മണിക്കൂറായി ഞാൻ ഹൈദരാബാദ് പോയിട്ട് ബാഗല്ല പാസ്പോർട്ട് എടുക്കണം, ഒരാളെ മീറ്റ് ചെയ്യണം, കുറച്ച് സംഭവമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് യാത്ര തുടങ്ങണം. അത്ര